ഞാനൊരിക്കൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു കുട്ടി വന്ന് അതിൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ ഞാൻ സിനിമയ്ക്ക് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു തീർന്നില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. അവൻ തിരിഞ്ഞെന്ന്, ഞാൻ പോവും, തള്ള എന്നാ ചെയ്യാൻ പോണേന്ന് കാണട്ടെ എന്ന്. എന്നാ പൊക്കോ. അവിടെ എന്നാ അവിടെ ആ അമ്മ ആ കൊച്ചിൻ്റെ ചോദ്യം കേട്ടുപോലുമില്ല, അതിനെപ്പറ്റി ആലോചിച്ച് പോലുമില്ല, വളരെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ റിജക്റ്റ് ചെയ്തു. രണ്ടാമത് ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ ഭീഷണിപ്പെടുത്തേണ്ട സ്വരം വന്നപ്പോൾ പെട്ടെന്ന് ഇല്ലുകയും ചെയ്തു. ഇത് വലിയൊരു കുഴപ്പമാണ്. ആ കൊച്ചു അവിടെ പഠിക്കുകയാണ്, അമ്മയുടെ അടുത്ത് റൗഡിത്തരം കാണിച്ചാലേ വല്ലതും നടക്കുകയുള്ളൂ എന്നാ കുട്ടി പഠിക്കുകയാണ്. ബൗണ്ടറി സെറ്റ് ചെയ്യണം. നമ്മൾ ഒരു കുട്ടി ഒരു കാര്യം ചോദിച്ചാൽ ആലോചിക്കാതെ ഉത്തരം പറയരുത്. ആ കുട്ടിക്ക് ഇപ്പം സിനിമയ്ക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവും? പഠിത്തം കഴിഞ്ഞു, പരീക്ഷ കഴിഞ്ഞു, ഓക്കെ, കൂട്ടുകാരുടെ കൂടെയാണ്, ആരുടെ കൂടെയാണ് പോണത്, ഏത് സിനിമയ്ക്കാണ് പോണത്, എപ്പോൾ പോകും, എപ്പോൾ വരും, ഇത് സംബന്ധിച്ചുള്ള കൃത്യമായി കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തീരുമാനം പറഞ്ഞാൽ പോരെ. അവിടെയാണ്, അതാണ് പലപ്പോഴും പേരൻസിന് പറ്റുന്ന, നമ്മൾ ആലോചിക്കുന്നതിന് മുമ്പ് ഉത്തരം പറയും, പിന്നെ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ തിരുത്തി പറയും. 2, അനാവശ്യമായ ഡിമാൻഡ്സുകൾ സാധിച്ചു കൊടുക്കും. എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ചാടി അങ്ങ് സമ്മതിക്കുകയാണ്. ആവശ്യമുള്ളതാണോ അനാവശ്യമാണോ ഇതൊന്നും നമ്മൾ ചിന്തിക്കില്ല. എന്തോരം പണമുള്ള ആളുകളാണല്ലോ, എത്ര അധികം കാശ് കയ്യിലുണ്ടെങ്കിലും ആവശ്യമില്ലാതെ പണം ചിലവാക്കാൻ കുട്ടികൾക്ക് അനുവാദം കൊടുക്കരുത്. അൺഅക്കൗണ്ടഡ് ആയിട്ട് 1 രൂപ പോലും ചിലവഴിക്കാൻ സമയം കൊടുക്കരുത്. അതുപോലെ തന്നെ അനാവശ്യമായി സ്പെൻഡ് ചെയ്യുന്നത് തെറ്റാണെന്നും അതൊരു ധാർമ്മികതയ്ക്കെതിരാണെന്നും ആ കുട്ടികളെ പഠിപ്പിക്കേണ്ട അത്യാവശ്യമുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് വയറ് നിറച്ച് ഇഷ്ടമുള്ള ആഹാരം കഴിച്ചിട്ട് പുറത്ത് പോയാൽ ഒരു സ്റ്റൈലിന് വേണ്ടി അവിടെ നിന്നും ഭക്ഷണം കഴിക്കണം. ഇതൊക്കെ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. വല്ലപ്പോഴും പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നത് കുഴപ്പമെന്നല്ല പറഞ്ഞത്, പക്ഷേ അതിനൊരു വാല്യൂ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവാണ്, വീട്ടിലെ ഭക്ഷണത്തിനൊരു വാല്യൂ ഇല്ലാതെ. അപ്പോൾ ഇതെല്ലാം കുട്ടികൾക്ക് ഓരോ കാര്യത്തെപ്പറ്റി, പണം ചിലവാക്കുന്ന കാര്യത്തിൽ, ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ, മറ്റുള്ളവരോട് ഇടപെടുന്ന കാര്യത്തിൽ, പെരുമാറുന്ന കാര്യത്തിൽ ഒരു ധാർമ്മിക മൂല്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് പേരൻസിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് ചിലരുടെ അടുത്ത് വളരെ വളരെ കൃത്യമായ ഇടപെടലുകൾ ആവശ്യമുണ്ട്. അത് നടത്തിയേ പറ്റുള്ളൂ. ചിലർ ഓട്ടോമാറ്റിക്കായിട്ട് സമൂഹത്തെ കണ്ട് മറ്റുള്ളവരുടെ പെരുമാറ്റം മനസ്സിലാക്കി അവർ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഒരു ധാർമ്മിക ബോധമുള്ള മൂല്യമുള്ള ആളുകളായി വരും. ചിലർക്ക് അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവരെ കറക്റ്റ് ചെയ്യാൻ സാധിക്കണം. അത് പോസിറ്റീവായിട്ടുള്ള പണിഷ്മെൻറ്റുകൾ കൊടുത്തുകൊണ്ടായിരിക്കാം, ചിലപ്പം കർശനമായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടായിരിക്കാം, എൻവയോൺമെൻറ്റ് ജീവിത സാഹചര്യങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടാവാം. അങ്ങനെ അത് എങ്ങനെ വേണമെന്നുള്ളത് ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്യണം. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ആ സമയത്ത് തന്നെ കുട്ടികളെ പ്രൊഫഷണൽസിനെ കാണിക്കണം. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ, ഒരു സൈക്യാട്രിസ്റ്റിനെ ഒക്കെ കാണിക്കാൻ നമുക്ക് ഭയങ്കര ആക്ഷേപമാണ്. അതിന് പകരം ഈ കുട്ടിയെ അവരെ നിയന്ത്രിക്കേണ്ട പോലെ നിയന്ത്രിച്ചിട്ടും നിയന്ത്രിക്കപ്പെടുന്നില്ലെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ സഹായം തേടാൻ തയ്യാറാവണം. കാരണം ആ കുട്ടി മോശമായി വളരെ കഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ വന്ന് ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതിന് പരിമിതികളുണ്ട്. പകരം ഇപ്പം 3 വയസ്സിൽ തുടങ്ങിയ പിടിവാശി 4 വയസ്സിലും 5 വയസ്സിലും 6 വയസ്സിലും ഒക്കെ ഉണ്ടല്ലോ. ആ സമയത്തൊക്കെ കുട്ടി നമ്മുടെ നിയന്ത്രണത്തിലാണല്ലോ. ആ സമയത്ത് സൈക്കോളജിസ്റ്റിനെ കാണിക്കാം. ഇപ്പം ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിച്ചാൽ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചാൽ വന്ന വഴിയെ ഷോക്ക് അടിപ്പിക്കുന്ന പലരും വിചാരം. അങ്ങനെയൊന്നുമില്ല. മരുന്ന് പോലും കൊടുക്കില്ല പലപ്പോഴും.